പാഠം 925. മതമേതായാലും. ചായ ആയില്ലേ? 7:30 കുറച്ച് വൈകുന്നേരത്ത് എന്താ മോനുട്ടാ? മോനുടെ ഓഫീസ് പോകുന്നു വേണ്ടല്ലോ. പോയിരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് പത്രം വായിക്കേ. അപ്പോഴേക്കും ഞാൻ ചായയും കൊണ്ട് വരാം. സർക്കാർ അവധി ദിവസങ്ങളിൽ സർക്കാർ ഓഫീസ് തുറക്കില്ല എന്നേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ അടുക്കളയിൽ കാര്യങ്ങൾ താമസിക്കും എന്നെനിക്കറിയില്ലായിരുന്നു. ആഫീസ് തുറക്കുന്ന ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തി തരാനായിട്ട് ഞാൻ പെടുന്ന പെടാപ്പാട് ഈ ഉദ്യോഗസ്ഥൻ അറിഞ്ഞൂടെ? ആഫീസ് ഇല്ലാത്ത ദിവസം അത്രയ്ക്ക് ആത്മാർത്ഥ കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് പതുക്കെ ചായ കിട്ടും. മോനിട്ടൊന്ന് പോവും. ഇതാണ് കല്യാണം കഴിക്കുന്നതിന് മുൻപ് പലവട്ടം ആലോചിക്കണമെന്ന് വിവരമുള്ളവർ പറയുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. അതിനെ ദോഷം അനുഭവിക്കണമല്ലോ. സിറിയയിലും ഇറാഖിലും വീണ്ടും ഭീകരാക്രമണം. 50-ലധികം പേർ മരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഇനിയും ചാവേർ ആക്രമണം നടത്തുമെന്ന് ഭീകരർ മുന്നറിയിപ്പ് നൽകി. കാശ്മീരിലെ സംഘർഷാവസ്ഥ തുടരുന്നു. അതിർത്തി കടന്നുള്ള അക്രമങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല എന്ന് ഇന്ത്യ. പശു ഇറച്ചി കഴിച്ചു എന്നാരോപിച്ച് വീണ്ടും കൊലപാതകം. സംഘർഷം തുടരുന്നു. കഷ്ടം. വന്ന് ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണെന്നുള്ള അവസ്ഥയായി. നമസ്കാരം സർ. നമസ്കാരം. എന്താ ജോണിക്കുട്ടി രാവിലെ? സർ, നമ്മുടെ തേക്കിൻകാട്ടിലെ ലോനപ്പന്റെ അപ്പം മരിച്ചുപോയി. എപ്പോ? ഇന്നലെ രാത്രി. ആള് കുറച്ചു ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ശവടക്കം നടക്കാനാ പരിപാടി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പള്ളി തർക്കം നടക്കുവാണല്ലോ. ലോനപ്പന്റെ കക്ഷിക്ക് ഇന്ന് പള്ളി തുറന്നു കൊടുക്കാൻ പറ്റില്ല. മറ്റേ കക്ഷിയുടെ ദിവസമായിന്ന്. സാറൊന്ന് ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇന്ന് പള്ളിമുറ്റ താടി നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ തഹസിൽദാരെ വിളിക്കട്ടെ. അത് കഴിഞ്ഞ് അതുവഴി വരാം. ഓ ശരി സാറേ. അതെ, ഇതെന്താ സംഭവം? രണ്ട് ക്രിസ്ത്യൻ സഭകൾ തമ്മിലുള്ള അവകാശ തർക്കം. സഭയിൽ പിളർപ്പുണ്ടായപ്പോൾ രണ്ട് വിഭാഗക്കാരും പള്ളിയുടെ പേരിൽ അവകാശ തർക്കം ഉയർത്തി. വഴക്കായി, തർക്കമായി, കയ്യാങ്കളിയായി പലരും ആശുപത്രിയിലുമായി. അപ്പോ സർക്കാർ ഇടപെട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി തീരുമാനമാക്കി. ഇന്നത്തെ ദിവസം ഒരു കക്ഷിക്ക് പ്രാർത്ഥിക്കാം, നാളെ മറ്റേ കക്ഷി. ഞായറാഴ്ച രാവിലെ 7 മുതൽ 8:30 വരെ ഒരു കക്ഷിക്ക്, 9 മുതൽ 10:30 വരെ മറ്റേ കക്ഷിക്ക്. പള്ളിയുടെ താക്കോൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ. പള്ളി തുറക്കാൻ നേരത്ത് SI വന്ന് വാങ്ങിക്കൊണ്ടുപോയി തുറക്കും. കുർബാന കഴിയുമ്പോ പള്ളി പൂട്ടി താക്കോൽ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അതെന്തായാലും കൊള്ളാം, അടിപൊളി. ആ തേക്കങ്കാട്ടിലെ ലോനപ്പന്റെ അപ്പം മരിച്ചുപോയി. ഇന്ന് ശവടക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം മറ്റേ കക്ഷിയുടെ ദിവസം. അതുകൊണ്ട് ലോനപ്പന്റെ കക്ഷിയിലുള്ള അച്ഛന്മാരെ മറ്റേ കക്ഷികൾ പള്ളിയിൽ കയറ്റില്ല. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ആള് മരിച്ച സ്ഥിതിക്ക് ശവം അടക്കാതെ പറ്റില്ലല്ലോ. ഒത്തീർപ്പുണ്ടാക്കണം.
കഷ്ടം തന്നെയാണ്. മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിട്ടല്ലേ ഈ ദൈവം എന്ന് പറയുന്നത്. ഇപ്പൊ അത് സമാധാനക്കേടായി. ഇവിടെ മാത്രമല്ല ഭാമേ, നീ പത്രം കണ്ടോ? ഭീകര പ്രവർത്തനത്തിന്റെയും കൊലപാതകത്തിന്റെയും വാർത്തകൾ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് വേണ്ടി വിശുദ്ധ യുദ്ധം നടത്തുകയാണ് ഒരു കൂട്ടർ. അവരുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ കൊല്ലുന്നു. അവരുടെ മതം മാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കുന്നു. അല്ല, ഞാൻ ആലോചിക്കുന്ന അതല്ല മോനട്ടാ. ഈ ദൈവം സർവശക്തനാണെന്നാണല്ലോ വെപ്പ്. അപ്പൊ പിന്നെ ദൈവത്തിന് വേണ്ടി ഈ മനുഷ്യന്മാർ യുദ്ധം ചെയ്യുന്നതിന് ദൈവം വിചാരിച്ച നടക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിലേ ബുദ്ധി വളരണം. ബുദ്ധി വളർന്നാൽ പിന്നെ ദൈവത്തിന്റെ പേരിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കോ? എന്തൊരു വെയിലാണ്. ഹലോ, അതെ. നമസ്കാരം സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അതെ അതെ, ഞാൻ അറിഞ്ഞായിരുന്നു. സാറ് CI ചന്ദ്രകുമാർ സാറായിട്ട് ഒന്ന് സംസാരിക്കുമോ? അതെ അതെ, ശരി, ഞാനൊന്ന് അന്വേഷിക്കാം. ശരി. ലോനപ്പന്റെ അപ്പം മരിച്ച കാര്യം തഹസിൽദാർ പറഞ്ഞു. അവിടെ സംഘർഷം ഉണ്ടാകാനുള്ള സകല സാധ്യതയുണ്ടെന്നാ പറയുന്നത്. കഷ്ടമാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് പള്ളി ഉണ്ടാക്കി, എന്നിട്ടോ പള്ളിയുടെ പേരിൽ വിശ്വാസികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഇവർക്കൊക്കെ പ്രാന്താണ് മോനട്ടാ. നീ ഇത് വായിച്ചോ? പശുവിറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ തല്ലിക്കുന്നതിന്റെ വാർത്തയാണത്. ഈ മരിച്ച മനുഷ്യന് ഒരു കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നും ഇവർക്ക് ഇനി ആശ്രയിക്കാൻ വേറെ ആരുമില്ല എന്നും പശുവിനെ ആരാധിക്കുന്നവർ ഓർത്തില്ല. സത്യം പറയാലോ മോനട്ടാ, വന്ന് ശരിക്കും ഒരു ദൈവം ഉണ്ടോന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ പേര് പറഞ്ഞ കുറെ ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേട് കണ്ട് ദൈവം എന്താ പിന്നെ മിണ്ടാതിരിക്കുന്നത്? അതോ ഇത്ര മാനസികരോഗികളെ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം ഇനി ദൈവത്തിന് ഇല്ലേ? പ്രശ്നം അതല്ല ഭാമേ. ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകൾ വെച്ച് ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ ചേട്ടനെ മനസ്സിലാക്കുന്ന അതേ ബുദ്ധി വെച്ച് ദൈവത്തെ മനസ്സിലാക്കാൻ പോയാ വല്ലതും മനസ്സിലാവോ? ഇതായിരിക്കുന്നൊരു മനുഷ്യൻ. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സനാതന ഹിന്ദു എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഒരു ഹിന്ദു മതഭ്രാന്തൻ വെടിവെച്ചു കൊന്നു. അതാണ് മതഭ്രാന്തന്റെ രീതി. സത്യം പറയാലോ മോനട്ടാ, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ ഈ മതം എന്നുള്ള ഏർപ്പാട്. ഇപ്പോ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം മതമായി. ഇതങ്ങ് വേണ്ടാന്ന് വെക്കാൻ എന്താ വഴി? ഇത് വേണ്ടാന്ന് വെക്കാൻ ശ്രമിച്ചവരെയൊക്കെ അവർ ജീവിച്ചിരുന്നപ്പോൾ എതിർക്കുകയും അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവമില്ല എന്ന് പറഞ്ഞ ശ്രീബുദ്ധനെ പിടിച്ച് ദൈവമാക്കി. വലിയ വലിയ അറിവുകൾ പകർന്നു തന്ന ഗുരുക്കന്മാരെ അവരുടെ മരണശേഷം ദൈവമാക്കി നമ്മുടെ സൗകര്യത്തിന് വളച്ചൊടിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അതാണ് കച്ചവടത്തിന്റെ കുഴപ്പം. ഒരാശയത്തിന്റെ പേരിൽ ഒരു മതം ഉണ്ടാവുന്നു. മതമായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സ്ഥാപനമാണ്. സ്ഥാപനം പ്രവർത്തിക്കുന്നത് സമ്പത്തുണ്ടാകാൻ വേണ്ടിയാണല്ലോ. കൂടുതൽ സമ്പത്തുണ്ടാകുമ്പോൾ ഏത് സ്ഥാപനവും ജീർണിച്ചു പോകും. ഒടുവിൽ സ്ഥാപനവും സ്വത്തും മാത്രമാകും, ആശയമുണ്ടാവുകയില്ല. നമ്മുടെ ആളുകൾക്ക് ഈ ബോധമൊക്കെ എന്നും ഉണ്ടാവോ എന്തോ. വലിയ പാട. കർമ്മമാണ് ദൈവം എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്യാൻ മടിക്കുമ്പോ നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി വേറെ വഴികൾ നോക്കും. അതിന്റെ ഫലമാണ് ഈ കാണുന്ന സമാധാനക്കേട് മുഴുവൻ. മതത്തെക്കാൾ വലുതാണ് മനുഷ്യനെന്ന് മനസ്സിലാകാത്ത മാനസിക രോഗികളാണ് സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വക്കീലേ, നമസ്കാരം വക്കീലേ. നമസ്കാരം. നമ്മുടെ സപ്ലൈ ഓഫീസിലെ പപ്പനാവ് സാർ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്. സാറിന്റെ മോളും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം. നമസ്കാരം സാർ. നമസ്കാരം. ഇനി ഇങ്ങനെ പോവാൻ പറ്റൂല, ഡൈവോഴ്സ് കിട്ടിയേ തീരൂ എന്നാണ് പപ്പനാവ് സാർ പറയുന്നത്. ഡൈവോഴ്സോ? അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? ഞാൻ പറഞ്ഞുതരാം മോനട്ടെ.
MA പഠിച്ചോണ്ടിരുന്നപ്പോൾ അപർണ പത്മനാഭ സാറിന്റെ മോള് കൂടെ പഠിച്ചോണ്ടിരുന്ന ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി. നല്ല മിടുക്കം പയ്യൻ, സുന്ദരൻ. MSc ഫിസിക്സ് ആണ് പയ്യനപ്പൊ പഠിച്ചോണ്ടിരുന്നത്. നല്ല സ്വഭാവം. പക്ഷേ സംഭവം അറിഞ്ഞപാടെ പത്മനാഭ സാർ ആകെ ചൂടിലായി. കാര്യം വേറൊന്നുമല്ല, ചെറുക്കനെ ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് അന്ന് പത്മനാഭ സാറ് പറഞ്ഞു. സാറേ 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 ഈ പപ്പനാമ സാറ് ഭയങ്കര പാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള ഒരാളാണ്. ഏതൊരു തന്തയായിരുന്നാലും അങ്ങനെ പറഞ്ഞു എന്നിട്ടിപ്പോ എന്തായി? കുറച്ചുനാള് മുഖമേർപ്പിച്ച് നടന്നെങ്കിലും അപർണൊടുവിൽ അച്ഛൻ പറഞ്ഞതങ്ങ് അനുസരിച്ചു. പത്മനാഭ സാറ് കണ്ടുപിടിച്ചുകൊണ്ടുവന്ന അശോകനെ കല്യാണം കഴിക്കുകയും ചെയ്തു. പിന്നെ സാറേ, കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ അശോകന്റെ സ്വഭാവം മനസ്സിലായത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും +2, പക്ഷെ സ്വഭാവത്തിൽ ആ ഒരു +2 ഇല്ല, വെറും 4ാം ക്ലാസ്. രാവിലെ മുതൽ വെള്ളമടി തുടങ്ങും. പിന്നെ നാട്ടുകാരുമായിട്ട് കയ്യാങ്കളിയും. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെ പല സ്ത്രീകളുമായിട്ട് ഇടപാടുകളും. പിന്നെ സാറേ, ഇനിയും സഹിക്കാൻ വയ്യ, ആത്മഹത്യ ചെയ്യുമെന്ന് മോള് പറഞ്ഞപ്പോ പപ്പനാഭ സാറിന്റെ ചങ്ക് കത്തിപ്പോയി. എത്രയും പെട്ടെന്ന് ബന്ധം ഒഴിഞ്ഞ് മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് പപ്പനാഭ സാർ ഇപ്പോ. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൊണ്ടുണ്ട് മോനട്ടാ. കോളേജിൽ പഠിച്ച കാലത്ത് അപർണയെ പ്രേമിച്ചിരുന്ന ആ തോമസ് ഊട്ടിയില്ലേ, അയാൾ ഇപ്പൊ IAS കാരനായി, വലിയ കേമനായി, മലബാറിൽ എവിടെയോ സബ് കളക്ടറാണ്. എങ്ങനെയുണ്ട്? ആ ബന്ധം അപർണയ്ക്ക് വിധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് നല്ലത്. അപർണയ്ക്ക് വിധിച്ചത് അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവരൊരുമിച്ച് കോളേജിൽ പഠിച്ചതും പ്രേമിച്ചതും എല്ലാം. പക്ഷേ പത്മനാഭ സാറിന്റെ വാശി കാരണം അന്നത് നടന്നില്ല. ഒരു പെങ്കുച്ചിനെ കെട്ടിക്കുമ്പോ കെട്ടുന്നവന്റെ വിദ്യാഭ്യാസവും ജോലിയും സ്വഭാവവും ഒക്കെയാണ് നോക്കേണ്ടത്, അല്ലാതെ മതവും ജാതിയും ഒന്നും അല്ല. മതവും ജാതിയൊക്കെ നോക്കി സ്വന്തം മോളുടെ ഭാവി കുളം തോണ്ടിയപ്പോ അങ്ങേർക്കിപ്പോ തൃപ്തിയായിട്ടുണ്ടാവും. അവരിനോട് എന്നെ വന്ന് കാണാൻ പറ, ഞാൻ അവളോട് സംസാരിച്ചോളാം. ശരി ശരി ശരി. പിന്നെ സാറേ സാറേ, ആ കേശവൻകുട്ടിയുടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ കാര്യത്തിൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എനിക്ക് പറയാനില്ല. അതെന്താ കേശവൻകുട്ടി ചേട്ടന്റെ കാര്യത്തിൽ പ്രശ്നം? അത് പിന്നെ വക്കീലേ, 10 ആള് കൂടുന്ന സ്ഥലത്ത് കേശവൻകുട്ടി മുന്നോക്കക്കാരനാണല്ലോ. എന്റെ അച്ഛന്റെ ജാതിയാണ് എന്റെ ജാതി എന്ന് പറഞ്ഞോണ്ട് ആളാവും. കേശവൻകുട്ടിയുടെ അമ്മ പിന്നോക്കക്കാരിയാണല്ലോ. അമ്മയുടെ ജാതിയാണ് മകന്റെ ജാതി എന്ന് പറഞ്ഞ് പിന്നോക്കക്കാരനാണെന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി സംഭരണം ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ. പക്ഷേ കേട്ട പാതി മോഹനേഴ് സാർ ഓടക്കിട്ടു. അതെന്തായാലും കൊള്ളാം. നാട്ടുകാരുടെ മുന്നിൽ മുന്നോക്കക്കാരനാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുക, എന്നിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നും പിന്നോക്കക്കാരനെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി സംഭരണം വാങ്ങുന്നു. കഷ്ടം തന്നെ എന്റെ ഈശ്വരാ. ഈ ജാതി വ്യവസ്ഥയെ പൊളിക്കേണ്ട കാലം കഴിഞ്ഞു ഉത്തമ. അടുത്തെങ്ങും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ശരി ഉത്തമൻ, ശരി ശരി ശരി. അപ്പൊ അതും പോയി. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ചോദിച്ചോളൂ. ഈ ജാതി എന്നുള്ള സമ്പ്രദായം ഉണ്ടായത് തന്നെ പണ്ടത്തെ തൊഴിൽ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അന്നത്തെ കാലത്തെ എല്ലാ തൊഴിലും പാരമ്പര്യമായിട്ടായിരുന്നു. രാജാവിന്റെ മകൻ രാജാവ്, പുരോഹിതന്റെ മകൻ പുരോഹിതൻ, മന്ത്രിയുടെ മകൻ മന്ത്രി, കച്ചവടക്കാരന്റെ മകൻ കച്ചവടക്കാരൻ, കൃഷിക്കാരന്റെ മകൻ കൃഷിക്കാരൻ, പണിക്കാരന്റെ മകൻ പണിക്കാരൻ. ആ വ്യവസ്ഥ അനുസരിച്ച് ജാതി ഉണ്ടായി എന്നാണല്ലോ പറയുന്നത്. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന തൊഴിലുകൾ ചെയ്യുന്നവർ താഴ്ന്ന ജാതിക്കാരും. ഇപ്പൊ കാലം മാറിയപ്പോ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട പല ആളുകളും 10ാം ക്ലാസ് പോലും ജയിക്കാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നു. ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് കളക്ടർമാരും മന്ത്രിമാരും ഒക്കെ ആവുന്നു. എന്നിട്ടും ഈ ജാതി വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്ന എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തൊഴിൽ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ജാതി ഉണ്ടായത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അതിന് മതത്തിന്റെ സംരക്ഷണമുണ്ടായി. അതോടെ ജാതി വ്യവസ്ഥ ദൈവമുണ്ടാക്കിയതാണ് എന്നായി വാദം. ദൈവത്തിന്റെ ഒരു തീരുമാനത്തെ മനുഷ്യന് ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. അതോടെ ജാതി ഒരു യാഥാർത്ഥ്യമായി തീർന്നു.
ജാതി ദൈവം ഉണ്ടാക്കിയതല്ല മനുഷ്യനുണ്ടാക്കിയതാണെന്ന് ആളുകളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? ആളുകൾക്കത് മനസ്സിലാവില്ല. ദൈവം തീരുമാനിച്ച കാര്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് വിവരക്കേട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. പണ്ട് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ശിവഗിരിയിൽ ചെന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഗാന്ധിജി ഗുരുവിനോട് ചോദിച്ചു, ഈ ജാതി വ്യവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ദൈവം തിരുത്തിക്കൊള്ളുമല്ലോ, താങ്കൾ എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന്. ഗുരു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ബ്രിട്ടീഷ് ഭരണം ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റും ദൈവം തിരുത്തുമല്ലോ, താങ്കൾ എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത് എന്ന്. ഒരു കാര്യം തെറ്റാണ് എന്ന് കണ്ടാൽ അത് തിരുത്താനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. ജാതി വ്യവസ്ഥ ശരിയല്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ പ്രയോഗത്തിൽ അത് കാണില്ല. എല്ലാം പണ്ടുണ്ടായിരുന്ന പോലെ ഇരിക്കുന്നതാണ് നമുക്കെല്ലാം ഇഷ്ടം. ഒരു ഉദാഹരണം പറയാം. തെങ്ങിൽ കയറാൻ നടക്കുന്ന വേലായുധൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് വരെ വന്നിരുന്നു. ഓ, വല്ലവിധനെ കിട്ടി. ഇതാര് വേലായുധൻ ചേട്ടനോ? എന്തുണ്ട് ചേട്ടാ വിശേഷം? ഓ, നമുക്കെന്ത് വിശേഷം ശിശുപാല, കരം തീർക്കാൻ വന്നതാ. പിന്നെ വേലായുധൻ ചേട്ടാ, നിങ്ങൾ തെങ്ങിക്കയറ്റൽ നിർത്തിയതോടെ ഞങ്ങൾ പെട്ടു. ആകെയുള്ളത് ഒരു 5-6 തെങ്ങാ. അതിന് നല്ല കായ്ഫലമുണ്ട്. പക്ഷെ തേങ്ങയിടാൻ ആള് വേണ്ടേ? പ്രായമായില്ലേ ശിശുപാല, ഇനി വയ്യ. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട. മോനെ ഈ പണി പഠിപ്പിച്ചിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? നിങ്ങളെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി മരിച്ചപ്പോ നിങ്ങളല്ലേ പിന്നെ ചെയ്തേ? അതുപോലെ മോനെ ആ പണി പഠിപ്പിക്കാതെ അവനെ എഞ്ചിനീയറിംഗിന് അയച്ചിരിക്കുന്നു. നല്ല പരിപാടിയാ ശിശുപാല. ആ വേല നിന്റെ കൈ വെച്ചാ മതി. എന്റെ കുടുംബത്തിലുള്ളവര് എന്നും തെങ്ങുമേ കയറി ജീവിച്ചോണെന്നുള്ള മോഹത്തോടെ നീ തെങ്ങ് വെക്കണ്ട. നിന്റെ പറമ്പിലെ തെങ്ങ് അതീ കയറാൻ നീ നിന്റെ മോനെ പഠിപ്പിക്കേ. നീയല്ലേ ആവശ്യക്കാരൻ. പഴയ കാലമൊന്നും അല്ല ശിശുപാല. നിന്റെ അച്ഛൻ മുറുക്കാങ്കട നടത്തിയല്ലേ ജീവിച്ചത്. നീ ഇപ്പൊ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അതുപോലെ ബാക്കിയുള്ളവരും രക്ഷപ്പെടട്ടെ ശിശുപാല. മോനേട്ടാ, വേലായുധൻ ചേട്ടൻ പറഞ്ഞു തന്നെ അതിന്റെ ശരി. ഒരു തൊഴിലും ഇനിയുള്ള കാലത്ത് പാരമ്പര്യത്തിന്റെ പേരിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് തോന്നുമ്പോ അതുകൊണ്ട് പ്രയോജനമുള്ളവർ ദൈവത്തെ കൂട്ടുപിടിക്കും. അപ്പൊ എന്ത് ചെയ്യും? സാറേ, മോനെ സാറേ. എന്താ സാറവിടെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ലോനപ്പന്റെ അപ്പം മരിച്ചതിന്റെ പേരുള്ള പുകലൊക്കെ ഉത്തമൻ അറിഞ്ഞില്ലായിരുന്നു. 2 കക്ഷികൾ തമ്മിൽ തർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് പോലീസുകാരും വില്ലേജ് ഓഫീസറും ഒക്കെ ഇടപെടാൻ പോവാണ്. മോഹനേട്ടൻ അങ്ങോട്ട് പോകാൻ റെഡിയാവുക. അക്കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. മരണ വീട്ടില് ഭയങ്കര പുകലായിരുന്നു വക്കീലെ. സാറേ, ലോനപ്പന്റെ വീട്ടില് ഭയങ്കര ബഹളം. ലോനപ്പന്റെ പക്ഷത്തുള്ള അച്ഛന്മാരെ ഇന്ന് പള്ളി കേറ്റൂല എന്നും മറുപക്ഷം. എങ്ങനെ കേറുമെന്നും ശവമടക്കം നടത്തുമെന്നും ലോനപ്പന്റെ പക്ഷം. സംസാരമായി വാക്കുതർക്കമായി വഴക്കായി. എന്നിട്ടെന്തായി? അതല്ലേ രസം. എല്ലാരും കൂടെ കൂടി വഴക്കുണ്ടായ സമയത്താണ് ലോനപ്പം വീട്ടിലേക്ക് കയറി വരുന്നത്. ആശുപത്രിയുടെ ബില്ല് കൊടുക്കാനോ മറ്റോ പോയിട്ട് വരികയായിരുന്നു. ലോനപ്പം വന്നപ്പോ 2 പക്ഷവും ഭയങ്കര തർക്കം. ലോനപ്പം പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയാല് സകലവനും വിവരം അറിയും എന്ന്. അത് കഴിഞ്ഞിട്ടല്ലേ ഗംഭീര ഡയലോഗ് വന്നത്. എന്റെ അപ്പന്റെ ശവവുമായി ഞാൻ പള്ളിയിലേക്ക് വരുന്നില്ല, എന്റെ പറമ്പിൽ അടക്കിക്കോളാം എന്ന്. അതോടെ സകലരുടെയും എന്നായി. ഉടനെ അതെങ്ങനെ ശരിയാവും? പള്ളി സെമിത്തേരിയിലല്ലേ ശവം അടക്കേണ്ടത് എന്ന് എല്ലാവരും ചോദിച്ചു. അപ്പ ലോനപ്പം പറഞ്ഞു, എന്റെ അപ്പന്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച പുരയിടമാണിത്. അതിൽ നിൽക്കുന്ന സകല മരങ്ങളും അപ്പം നട്ടുപിടിപ്പിച്ചതും വെള്ളമൊഴിച്ചതുമാണ്. അതിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിലെ അടക്കാവൂ എന്ന് ജീവിച്ചിരുന്നപ്പോ അപ്പം പറഞ്ഞിരുന്നു എന്നും അവൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ സംഗതിക്ക് പ്രശ്നമായി. അതുവരെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന 2 വിഭാഗം ഉണ്ടല്ലോ, അതങ്ങൊന്നിച്ചു. ശവം പള്ളിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഈ തർക്കം.
പക്ഷേ സാറേ ലോനപ്പ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ശവം പറമ്പിൽ തന്നെ അടക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുക. മിക്കവാറും ലോനപ്പ പറഞ്ഞത് എന്നെ നടക്കും. സാറേ 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 സാറ് വരുന്നുണ്ടെങ്കിൽ കയറി നമുക്ക് അങ്ങോട്ട് പോവാം. പോയിക്കോളൂ, ഞാൻ എത്തിക്കോളാം. ഓ ശരി, ഇതങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാഞ്ഞു പിടിച്ചു വന്നത്. ഇതെന്താ ചിരിക്കുന്നത്? പണ്ട് ശ്രീനാരായണ ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശവം കത്തിക്കുന്നതാണോ മണ്ണിൽ അടക്കം ചെയ്യുന്നതാണോ ശരി എന്ന്. ഗുരു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എന്താ? ആൾ മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ശവം ചക്കിലിട്ടാട്ടി തെങ്ങിൻ ചുവട്ടിലിട്ടാൽ നല്ല വളമായിരിക്കും എന്ന്. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ ആരെങ്കിലും ആകുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതും. മരിച്ചു കഴിഞ്ഞാൽ അത് നിർജീവമായ ശവമാണ്. അതെന്ത് ചെയ്തിട്ട് എന്താ കാര്യം? സമൂഹം വഴിതെറ്റി പോകുമ്പോ നാരായണ ഗുരുവിനെ പോലെ ചങ്കൂറ്റമുള്ള മനുഷ്യസ്നേഹിയായ സത്യസന്ധരായ ഗുരുക്കന്മാരുണ്ടാവണം. എങ്കിലേ ജാതിയും മതവും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന മാനസിക രോഗികളെ നിലയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ. വാസ്തവം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ജാതിമത ഭേദമില്ലാത്ത ഒരു സുന്ദര ലോകത്തെ സ്വപ്നം കാണുകയും ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മകൾക്ക് പ്രണാമം. ജാതിയും മതവും ചോദിക്കാത്ത, പറയാത്ത, ചിന്തിക്കാത്ത ഒരു നല്ല കാലമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു. മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാ